ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. സിസ്റ്റർ ജയ ജോളി പ്രസംഗിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിന് സ്തോത്രം. ദാവീദിനെ അനവധി ഘട്ടങ്ങളിലൂടെ ദാവീദ് കടന്നുപോയി, അനവധി പ്രയാസങ്ങളിലൂടെ ദാവീദ് കടന്നുപോയി. ദാവീദ് രാജസ്ഥാനത്തേക്ക് ദൈവം അഭിഷേകം ചെയ്തു എങ്കിലും ദാവീദിനെ ഒരു വേട്ടപ്പട്ടിയെ പോലെ വനാന്തരങ്ങളിലൂടെ ദാവീദിനെ ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായ ശൗല് ഓട്ടിക്കുവാനിടയിൽ തന്നു. അതുപോലെ ദാവീദിന്റെ മകനായ അബ്സലോമും ദാവീദിനെ നശിപ്പിക്കുവാൻ ഓട്ടിക്കുവാനിടയിൽ തന്നു. പക്ഷെ അവിടെയെല്ലാം ദാവീദിന്റെ കരങ്ങളിൽ തന്നെ, ദാവീദിന്റെ സൈന്യത്തിന്റെയും കരങ്ങളിൽ വനാന്തരങ്ങളിൽ വെച്ച് ഗുഹയിൽ ഈ ശൗൽ എന്ന് പറയുന്ന ഒന്നാമത്തെ രാജാവ് ഒളിച്ച് ദാവീദിനെ പിടിക്കാൻ പോയിട്ട് അവർ തളർന്ന് ഗുഹയ്ക്കകത്ത് ഉറങ്ങുമ്പോൾ അവിടെ ദാവീദിന്റെ കൂട്ടരും ചെല്ലുവാനിടയിൽ തന്നു. അപ്പൊ ദാവീദിന്റെ കൂടെയുള്ള ഭൃത്യന്മാർ പറയാണ് അവനെ അവിടെ ഇട്ട് വെട്ടിക്കളയാൻ. അപ്പോൾ ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈ തൊടുകയില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും ഒരു, അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം ദാവീദിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. ദാവീദിനെ കുറിച്ച് പറഞ്ഞത് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദാവീദ് ഇഷ്ടംപോലെ ആൾക്കാർ പ്രസംഗിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ പാപം ചെയ്ത് ദാവീദ് ഇഷ്ടംപോലെ കുരുത്തക്കേട് കാണിച്ചതൊക്കെ പറയാം. പക്ഷെ ദാവീദ് കുരുത്തക്കേട് കാണിച്ചെങ്കിൽ ദൈവത്തോട് ഏറ്റു പറഞ്ഞു. നമ്മളൊക്കെ കുരുത്തക്കേട് കാണിച്ചിട്ട് അതിനെ മറച്ചു വെക്കും. ഇതിന് 32 സങ്കീർത്തനത്തിൽ പറയുന്ന ലംഘനം മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ലെന്ന്. അപ്പൊ നമ്മളെ കുറവുകളെ ഏറ്റു പറയണം. ദാവീദിനെ പോലെ നമ്മൾ മനുഷ്യരാണ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പച്ചയായ മനുഷ്യരാണ് നമ്മൾ. മണ്ണുകൊണ്ടാണ് നമ്മുടെ ശരീരം. അപ്പൊ നമുക്ക് പാപചിന്തകൾ വരും, പാപ സ്വഭാവങ്ങൾ വരും. മനുഷ്യൻ പറയുന്നത് ചിലരൊക്കെ ഇപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഹോർമോണിന്റെ കുഴപ്പമാണ്. പാപ സ്വഭാവങ്ങളും ചിന്തകളും ഉള്ളിൽ വരുമ്പോൾ, പാപത്തിന്റെ നോട്ടങ്ങൾ നമ്മൾ കണ്ണിൽ വന്ന് പതിയുമ്പോൾ അതിന് മനുഷ്യർ പറയുന്ന പേരാണ് ഹോർമോൺ. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് ജഡത്തിന്റെ ചിന്ത, അത് ദൈവത്തിൽ നിന്നല്ല, അത് ഈ ലോകത്തിൽ നിന്ന് അത്രയേ വരുന്നത്. ജഡത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് സാത്താൻ ലോകം മൊത്തം കൂടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യനെ ആരെ വിഴുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഈ സാത്താന്റെ സ്വഭാവങ്ങളാണ് ഈ ജഡത്തിന്റെ പ്രവൃത്തികളും ചിന്തകളും എന്നുള്ളത്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിലും നമ്മളെ കണ്ണുകളിലും നോട്ടത്തിലും നമ്മുടെ ചെവിയിലും കേൾവിയിലും നമ്മുടെ സംസാരത്തിലും ഒക്കെ കയറി വരുമ്പോൾ അത് ഉടനടി നമ്മൾ ക്ഷമ പറയാൻ തയ്യാറാകണം ദൈവത്തോട്. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു ദൈവത്തോട് ദാവീദിനെ പോലെ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ വിടുവിക്കാനിട വരും. ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുപോലെ ഇതിന് പറയുന്ന യഹോവയുടെ രക്ഷയും എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവയുടെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കുന്നു? യഹോവ നമ്മുടെ വെളിച്ചമാണ്, നമ്മുടെ രക്ഷയാണ്. നമ്മൾ ആരെ ഭയപ്പെടും? യഹോവ നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചമായി, നമ്മുടെ രക്ഷയായി, നമ്മളെ കൂട്ടത്തോടെ നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ ഈ ലോകത്തിൽ ആരെയും പേടിക്കും, ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ വൈരികളും എന്റെ ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴുന്നു. ഒരു സൈന്യം എന്റെ നേരെ പാളയം പറഞ്ഞാൽ ലോകം മൊത്തം നമുക്കെതിരെ തിരിഞ്ഞാലും സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മൾ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല സഹോദരങ്ങളെ. ദൈവത്തിന്റെ വചനം ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് ഞാൻ ഇങ്ങനെ സന്ധ്യ ആകുമ്പോഴത്തേക്ക് വർഷങ്ങൾക്ക് മുമ്പേ. ഇപ്പൊ അങ്ങനെയൊന്നും പറ്റില്ല, കാരണം ഇപ്പം ഇരുട്ടുമ്പോൾ നല്ല ലേറ്റായിട്ടാണ് വീട്ടിലെത്താൻ പറ്റുന്നത്. അന്നൊക്കെ ഞാൻ സന്ധ്യക്ക് 7 മണി തൊട്ട് പ്രാർത്ഥന പാട്ടുപാടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ രാത്രി 10-11 മണി വരെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എന്റെ അമ്മ പറയും പിള്ളേർക്ക് പഠിക്കണം. ഞാൻ വീട്ടിലെ മക്കൾ, അന്നത്തെ മക്കളെന്ന് പറഞ്ഞാൽ മോസസും ആശിഷും ഒക്കെയാണ്. അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരെ മമ്മിയോട് പറയും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ മാറി അപ്പത്തെ റൂമിൽ പോയി നിങ്ങൾ പഠിപ്പിച്ചോണം. ഇത് എന്റെ പ്രാർത്ഥന ടൈമാണ്. എന്റെ പ്രാർത്ഥന ടൈമിന് ആരും അതിനെ ദോഷം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ആരും ശല്യം ചെയ്യില്ല. ഞാൻ അവിടെ തനിയെന്ന് പ്രാർത്ഥന ചെയ്യും. അപ്പൊ അടുത്ത വീട്ടില് ഒരു ചെറുപ്പക്കാരൻ പയ്യൻ വന്നിട്ട് നീ മന്ത്രവാദം ചെയ്യുന്നു എന്നൊക്കെ കേട്ടുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്കെതിരെ അവൻ കല്ല് പറക്കിയായിരുന്നു വീട്ടിൽ. ഞാൻ അവനോട് ഒന്നും പറഞ്ഞില്ല. അവനെ നീ കൊച്ചു കുട്ടിയാണെന്ന് പറഞ്ഞ് നീ പോകാൻ പറഞ്ഞ ആ പയ്യനോട്. അപ്പൊ ആ പയ്യൻ അങ്ങ് പോയെങ്കിലും അവൻ തിരിച്ച് ശരിക്കും പ്രശ്നങ്ങളുണ്ട്. അവന്റെ അമ്മയും അതുപോലെ. അപ്പൊ ഞാൻ ഒരു സമയോട് പറഞ്ഞു, മോനെ യേശു ക്രിസ്തുവിന്റെ രക്തം നീ തമ്മിൽ കണക്ക് തീർത്തു പറഞ്ഞു വിടാനുണ്ടായിരുന്നു ആ കുട്ടിയെ. അവൻ വർഷങ്ങൾ കഴിഞ്ഞ് ആ കുട്ടി ദൈവസന്നിധിയിൽ അവർ പള്ളിയിൽ പോകും, എന്നാലും അവർക്ക് യേശുവിനെ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ ആ കുട്ടി ചില പാപപ്രവൃത്തികൾ കുരുങ്ങി കേസിൽ പ്രതി ജയിലിൽ കിടക്കാനുണ്ടായിരുന്നു. ദൈവത്തിന് കൃപ ഉണ്ട്. അവന്റെ അമ്മ നിലവിളിച്ച് കരയുന്നൊരു മാതാവാണ്. അവരുടെ കണ്ണുനീരും അനവധി കുടുംബക്കാരുടെ പ്രാർത്ഥനയും കാരണം ആ കുട്ടി മടങ്ങി വരാനിടയായിരുന്നു. അതുപോലെ വീണ്ടും ഞാൻ ഒരു ദിവസം ഇങ്ങനെ സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുലി വാ തുറന്നിട്ട്
തെക്ക് ദിശയിൽ നിന്ന് എൻ്റെ നേർക്ക് കയറി വരടായി തരും പുലി. അപ്പൊ ഞാൻ കണ്ണടച്ചുകൊണ്ട് തന്നെ, കണ്ണ് തുറന്നില്ല, കണ്ണടച്ചുകൊണ്ട് തന്നെ അതിനോട് ആ ശക്തിയോട് വന്ന വഴിക്ക് പോ സാത്താൻ എന്നൊന്ന് ശാസിക്കാനുണ്ടായി തരുന്നു. ദൈവത്തിന്റെ കൃപയാല് അത് ആ ശക്തി തിരിച്ച് വന്നതിന്റെ ഇരട്ടി സ്പീഡിൽ തിരിച്ചു പോകുന്നത് കണ്ടത്. അന്ന് 8:30 മണിക്കാണ് ഞാൻ ആ പിശാനെ ശാസിക്കുന്നത്. പിറ്റേന്ന് നേരം വെളുത്ത് ഞാൻ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ, അയാളെ ഇരട്ടപ്പേര് ഇടുക്കി എന്നാണ്, ആ മനുഷ്യന്റെ ഫോട്ടോ നിറച്ച് പതിപ്പിച്ചിരിക്കുന്ന അയാൾ മരിച്ചെന്ന്. അപ്പം ഞാൻ അടുത്ത് നിന്നൊരു സഹോദരിയോട് ചോദിച്ചു, ഇത് ഇയാൾ ഇന്ന ആളല്ലേ, എങ്ങനെ മരിച്ചെന്നുണ്ട്? അപ്പം പറഞ്ഞു ഇന്നലെ 8:30 മണിക്ക് അറ്റാക്ക് വന്നു, അയാൾ മരിച്ചെന്ന് പറഞ്ഞു. സംഗതി എന്താണ്, ദൈവത്തിന്റെ ജനത്തിന് നേരെ അവരുടെ ഒരു കുഞ്ഞൊരു മുടിപ്പരയുണ്ട്. അവിടെ നിന്ന് ശക്തികൾ പറഞ്ഞ് ദേശത്ത് ആകെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഞങ്ങളെ കുടുംബം മാത്രമേ. ബാക്കി ക്രിസ്ത്യാനികളാണ്, ആരും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല, ആരും അങ്ങനെ ദൈവത്തെ ഭയന്ന് ജീവിക്കുന്നവരില്ല. ലോകപ്രകാരം പൈസ ഉണ്ടാക്കണം, അടിപൊളിയായിട്ട് ജീവിക്കണം. കർത്താവിന്റെ വചനം പറയുന്നു, നോഹയുടെ ലോകത്തിന്റെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവ് ആസന്നമായി തീരും. നോഹയുടെ കാലഘട്ടത്തിൽ വസ്തു വിറ്റും നട്ടും പണം ഉണ്ടാക്കി വിവാഹത്തിന് മക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചു സുഖലോലുപരായി ജീവിച്ചെന്ന്. സഹോദരങ്ങളെ, യേശുവിന്റെ വരവ് അടുത്ത്. ഈ അങ്കിള് പറഞ്ഞ ആ സുനാമി, അന്ന് സുനാമി വന്നപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ എനിക്ക് കടന്നു പോകാൻ ദൈവം സഹായിച്ചു. ഞാൻ കോട്ടയത്ത് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ സാറുമാര് വണ്ടി പിടിച്ച് ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോയി. വലിയടിക്കൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് സുനാമി തൊടാതിരുന്നത്. കാരണം ദൈവത്തിന്റെ മക്കളുടെ പ്രാർത്ഥന തന്നെയാണ്. കുളച്ചൽ എന്ന് പറയുന്നത് തമിഴ്നാട് ഡിസ്ട്രിക്റ്റ്. അവിടെ വലിയ പാലങ്ങളാണ് അടിച്ച് 2-3 പീസാക്കിക്കളാം. ഞാൻ അവിടെ പോയി കണ്ട്. ആ സുനാമി കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോൾ കൊല്ലം കഴിഞ്ഞ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലും 2-3 സ്ഥലത്ത് ഞങ്ങൾ പോയി. അവിടെ പോയി സഹായങ്ങളൊക്കെ ചെയ്ത് സാറന്മാർ. അങ്ങനെ അന്ന് അവിടെ അനവധി കുടുംബങ്ങൾ എത്തിയത്. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7 നില കെട്ടിടം, അമൃതാനന്ദം ഈ ഒരു ആശ്രമത്തിന് 7 നില കെട്ടിടത്തിന് മണ്ട വരെ വെള്ളം അടിച്ച് കയറി എന്നാണ് അവർ പറഞ്ഞത്. അവിടെയുള്ള ആൾക്കാർ ഞങ്ങളോട് പറയും. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ തൊടാൻ ദൈവം അനുവദിക്കില്ല. തിരുവനന്തപുരം ജില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ദൈവജനമാണ്, കടൽത്തീര പ്രദേശങ്ങളിൽ. അപ്പൊ ദൈവത്തിന്റെ മക്കളെ ദൈവം സൂക്ഷിക്കാനിടക്കുന്നു. പക്ഷെ അതിലുപരിയായി 2017 ഒരു സംഭവം ഉണ്ടായി. അതുകൂടെ പറഞ്ഞുവിടെ ദൈവം ക്ഷമിക്കണം, അങ്ങനെ പറയാൻ ആർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ. 2017 ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ വെട്ടുകാട്ടിലും ശംഖുമുഖത്തിനും ഇടയ്ക്ക് സുവിശേഷം പ്രസംഗിക്കുക ഒരു കുഞ്ഞ് സെറ്റ്, ഒരു ദൈവാസന സെറ്റുമായി ഞങ്ങൾ കടന്നുപോയി. അവിടെ സുവിശേഷം പ്രസംഗം റോഡിൽ പ്രസംഗിക്കുമ്പോൾ ചില ആൻറ്റിമാർ വന്നിട്ട് പറഞ്ഞു, ഇവിടെ പ്രസംഗിക്കാൻ പറ്റില്ല, നിന്റെ യേശുവിൽ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ യേശുവിനോട് പ്രസംഗിക്കും. ഞങ്ങൾ പ്രസംഗിച്ചിട്ട് 1/2 മണിക്കൂർ പറഞ്ഞിട്ട് 10 പറഞ്ഞൊക്കെ പോകും. അവർ വർക്കത്തില്ലാന്ന് പറഞ്ഞു, അടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ കൗൺസിലർ വന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ നിങ്ങൾ പോകണം, ഇവളുമാര് ശരിയല്ല, സ്വഭാവം ശരിയല്ല, ഇവൾ അടിക്കാൻ വരും, അവിടെ മക്കൾ പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നിങ്ങളൊരു പുരുഷനാകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ചിലത് പറയാണ്ട് കേട്ടോളാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും ദൈവത്തിന്റെ മക്കളല്ല, പിന്നെ നിങ്ങൾ ആരാണ്? ഞാനിങ്ങനെ പറയാനിടയ്ക്ക്, നിങ്ങളൊക്കെ റോമാ സാമ്രാജ്യത്തിന് യേശു കർത്താവിനെ കാൽവരി കുരിശിൽ തറയ്ക്കപ്പെട്ട, അതിന് ഏൽപ്പിച്ചു കൊടുത്ത റോമാ സാമ്രാജ്യത്തിന് വക്താക്കളാണെന്ന് പറഞ്ഞു. പിന്നെ കർത്താവ് ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിന് വേണ്ട, സുവിശേഷം വേണ്ടെങ്കിൽ കാറ്റിനെയും കടലിനെയും കരയിതായി ഇളക്കി വിടാൻ കൊടുക്കാൻ പിടിച്ചോളാൻ പറഞ്ഞു. അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ശരി ഞങ്ങൾ പിടിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ കാലെടുത്ത് 2 തട്ടങ്ങ് തട്ടി. അവിടെ പൊടി തട്ടിക്കളയാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, സുവിശേഷം വേണ്ടെങ്കിൽ പൊടി തട്ടിക്കളഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് വന്നപ്പോഴേ ഇത് പറയാൻ കാരണം, ഇന്ന് അതിൽ അന്നത്തെ ഭാഗഭാക്കായ ഒരു മനുഷ്യനാണ് ഇന്ന് ഇവിടെ ദൈവത്തിനും പറഞ്ഞത്. അപ്പൊ ഈ അങ്കിളിനെ ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഒന്ന് സുവിശേഷം പ്രസംഗിച്ചോടിക്കും ഈ അങ്കിൾ ഞങ്ങളെ കണ്ടത്. അന്ന് ഞങ്ങൾക്ക് ഞാനും എൻ്റെ സിസ്റ്ററിനും കൂടെ ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ വാങ്ങി തന്ന്, ചായയും വാങ്ങി തന്ന്, ഞങ്ങളെ സന്തോഷത്തോടെ വണ്ടിക്ക് പൈസ തന്ന് ഈ മനുഷ്യൻ വിടാനായി തന്നെ. ഞാൻ എപ്പോഴും സുവിശേഷം പ്രസംഗിക്കും പറയും, ഈ JCB ടിപ്പറും ഒക്കെ ഇങ്ങനെ റോഡിൽ നടന്നു പോകുമ്പോൾ അത് അതിൻ്റെ അടുത്തുകൂടെ നമുക്ക് പോകാൻ പറ്റില്ല, പൊടി ആഴ്ച പോകും. ഇതുപോലെയാണ് ധൂളി, ആ പൊടിക്കാണ് പറയുന്നത് ധൂളി എന്ന്. അപ്പം നമ്മുടെ ജീവിതം ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പറയും, എല്ലായിടത്തും പറയില്ല, ഇത് ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. ദൈവം പ്രേരിപ്പിക്കുന്നെങ്കിൽ സുവിശേഷം പറയുമ്പോൾ അവിടെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സുവിശേഷ വിലക്കാരെ ഉപദ്രവിക്കാൻ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കർത്താവിനോട് ഏറ്റുമുട്ടത്, യേശു കർത്താവിനോട്. യേശു കർത്താവ് പൊടിയാക്കി കളയും. എൻ്റെ വീട്ടിനടുത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ റേഷൻ കടയില ഒരു മുതലാളിയൊന്നുമില്ല, അയാൾ ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് മാത്രം റേഷൻ കടയിൽ വന്നിരുന്ന ആളാണ്. ഞാൻ അവിടെ പോയി, എൻ്റെ കൈ കല്ലുള്ള പൊള്ളി പപ്പടമായി പോയി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്പീഡാ നടക്കാൻ പറ്റില്ല. അഥവാ സ്പീഡാ നടന്നു കഴിഞ്ഞാൽ ഇപ്പോഴും അങ്ങനല്ല, ചൂട് പിടിക്കുന്നതാകും, ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ ഈ സഞ്ചി മടക്കി ഇങ്ങനെ വെച്ച് വീശി. അപ്പോൾ അയാൾ എന്നെ പറഞ്ഞു, എന്നെ വേണ്ടാത്തൊക്കെ പറഞ്ഞു. എൻ്റെ നേർക്കല്ല, എൻ്റെ നേരെയല്ല പറഞ്ഞത്. എൻ്റെ അമ്മ അടുത്ത ദിവസം കടകളിൽ ചെന്നപ്പോൾ അയാൾ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ അയാളെ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ബൈബിൾ കോളേജിലൊന്നും പഠിക്കുന്ന ആളല്ല, അടിക്കുമെന്ന് പറഞ്ഞു അയാളെ. എന്നെ വേണ്ടതിന്, അയാളെ മോളും ഞാൻ ഒന്നിച്ച് ട്യൂഷൻ പഠിക്കുന്നതാണ്. അയാളെന്നെ വേണ്ടതിന് പറയാറായിരുന്നിട്ട് അമ്മ പറഞ്ഞു, നീ മിണ്ടാതിരി എന്ന് പറഞ്ഞു. അവിടെ നിന്ന് വർഷങ്ങൾ കഴിഞ്ഞ സൗകര്യങ്ങളെ ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ട് ഒരിക്കൽ ലീവിന് വരുമ്പോൾ ആ ഒരു കാട്ടിനിടയിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു വീട് മേൽക്കൂരയോട് കൂടി ഇങ്ങനെ നിലപ്പറ്റി കിടക്കുന്നു, കാട്ടിൻ്റെ സൈഡിൽ. അപ്പം ഞാൻ അടുത്ത് നിന്നൊരു ആൻറ്റി പശുവിനെ വെച്ചാണ്. അവരോട് ചോദിച്ചു, ഇത് ആരെ വീട്, എന്തിങ്ങനെ കിടക്കണം? അത് നിനക്കറിയില്ലേ, റേഷൻ കട വിജയൻ്റെ വീടാണ്. ഞങ്ങളുടെ അയാളെന്ത് പറ്റി, അയാൾ ആത്മഹത്യ ചെയ്തു, അയാളെ വീടാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ മക്കളോട് കളിക്കുന്നവരെ ദുഷ്ടന്മാരെ വെറുതെ വിടില്ല, അവന്റെ ഭവനത്തെ ദൈവം കുപ്പക്കുന്നാക്കി മാറ്റുന്നു.
അവൻ്റെ വീട് കുപ്പക്കുന്നായി മാറി, അവൻ ആത്മഹത്യ ചെയ്യാനിട. ഇതുപോലെ അനവധി വ്യക്തികൾ. ഇതുകൊണ്ട് ദൈവത്തിന് മക്കളെ അനാവശ്യം പറഞ്ഞാൽ ദൈവം വെറുതെ വിടില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ഭാരപ്പെടണം. നമ്മളെ സഹോദരി സങ്കടം പറഞ്ഞ ആൾക്കാർ അംഗീകരിക്കുന്നില്ല അവരുടെ വേദന പറയുമ്പോൾ. ആരും അംഗീകരിക്കേണ്ടതേ. കർത്താവ് പറയണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് യെശയ്യാ പ്രവചനം 43:3-4 പറയും, ഞാൻ നിന്നെ വിലയേറിയവളും മാന്യമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ ഞാൻ നിനക്ക് ഒരു മനുഷ്യൻ നിന്റെ ജീവനും ജാതികൾ കൂടും. അതുകൊണ്ട് സഹോദരങ്ങളെ ആരും ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് വേണ്ടി നമുക്ക് പകരമായി വേറെ ജാതികളാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു ദൈവപൈതന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് എന്ന് പറഞ്ഞ സർവ്വലോകത്തിന് അത് യേശോപ്പന് വിലയേറിയതാണ്. യേശോപ്പനാണ് ജീവൻ ബലിയർപ്പിച്ചിട്ട് നിങ്ങളെ എൻ്റെ ആത്മാനെ നേടി നിങ്ങളെ എന്നെ ഈ സഭയ്ക്കകത്ത് കൊണ്ടുവരുത്തിക്കണം. അപ്പം നിങ്ങളെ എന്നെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇന്നത്തെ ദിവസം ഞാൻ യൂട്യൂബിൽ ചെറിയൊരു വീഡിയോ പ്രസംഗം കേൾക്കണതിൻ്റെ ഇടയ്ക്കൂടെ കേട്ടു. അത് ആ പാസ്റ്റിന്റെ പേരെനിക്കറിയില്ല, ചെറുപ്പക്കാരൻ. അയാൾ പറയുന്നത് എതിർപ്രാർത്ഥന അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കുറെ പറയുന്നു. അപ്പൊ അങ്കിളെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലരും കേട്ടിട്ടുണ്ട്. പക്ഷെ അയാൾ പറഞ്ഞ എതിർപ്രാർത്ഥന ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാവീദിനെ കുറിച്ചാണ് അയാൾ എടുത്ത് പറഞ്ഞത് എതിർപ്രാർത്ഥനക്കാരൻ. അവിടെ അങ്ങനെ പറയുന്നില്ല. ബൈബിൾ പറയുന്നത് എതിർപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതല്ല. ദാവീദ് അവന്റെ സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി അർപ്പിക്കും പോലെ, ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമ്മളെ അഡ്രസ്സും ഫോൺ നമ്പറും ഒരു സൈഡിൽ എഴുതി അടുത്ത സൈഡിൽ നമ്മളെ ഉപദ്രവിക്കുന്നവന്റെ അഡ്രസ്സും ഫോൺ നമ്പറും സഹിതം എഴുതി കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പോലീസ് സ്റ്റേഷനിൽ. ഇതുപോലെയാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ. അപ്പ എന്നെ ഇന്ന വ്യക്തി ഇന്നതുപോലെ ചെയ്തു, അതപ്പ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് അവനെ അടിക്കാൻ പ്രാർത്ഥിക്കണല്ല. അതാണ് സബ്മിറ്റ് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച എന്നെ ദൈവം പഠിപ്പിച്ച പ്രാർത്ഥന അതാണ്. അല്ലാതെ ആരെയും ഉപദ്രവിക്കാനാ അല്ലെങ്കിൽ അവരെ കുടുംബം കലക്കാനല്ല നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. നമ്മൾ പറയാം, അപ്പാ എനിക്ക് ഇന്ന എനിക്ക് വിഷയമുണ്ടപ്പാ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് അത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കൊണ്ടുവന്നൊരു പരാതി കൊടുക്കും പോലെയാണ്. ആ പ്രാർത്ഥനയാണ് ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന സഹോദരങ്ങളെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്റെ ഹൃദയപ്രകാരമുള്ളവനാണ്, അല്ല എതിർപ്രാർത്ഥനക്കാരനല്ല ദാവീദ്. എനിക്കത് ഭയങ്കര വിഷമം പോലെ തോന്നി ആ ദൈവദാസനെ പറഞ്ഞപ്പോൾ. അതുപോലെ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പബ്ലിക്കുളം ജംഗ്ഷനിലുള്ള ഒരു ദൈവദാസനെ ബസ്സിൽ വെച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ എൻ്റെ അടുത്ത് ഈസ്റ്റ് പോയി വെച്ച് ചില സംസാരിച്ചിട്ട് പറയുന്നു, യേശുവചനം പൗലോസും തുല്യരാണ്. ഇപ്പൊ ഞാൻ മനുഷ്യനോട് തിരിച്ചിങ്ങനെ പറഞ്ഞു, യേശുവചൻ ദൈവമാണെന്ന് പറഞ്ഞു. പൗലോസ് നിങ്ങളെ എന്നെ പോലെ സാധാ ലോക്കൽ മനുഷ്യൻ മാത്രം. അയാൾ കൊലപാതകയായിരുന്നു, ദുഷ്ടനായിരുന്നു, ചതിയനായിരുന്നു എന്ന് പറഞ്ഞു. അയാൾ ദൈവം അടിച്ച് തറപറ്റി ചിട്ടപ്പോഴാണ് അവസാനം ദൈവസ്ഥ കീഴടങ്ങി. അതുകൊണ്ട് പൗലോസ് യേശു തുല്യരല്ല, പൗലോസ് മനുഷ്യൻ മാത്രം. നിങ്ങളും ഞാനും പാപം ചെയ്തപോലെ പാപം ചെയ്ത മനുഷ്യനാണ് പൗലോസ് എന്ന് പറഞ്ഞു. പൗലോസിനെ പൊക്കണ്ടെന്ന് പറഞ്ഞു. ദൈവം ആത്മാവ് കൊണ്ട്, ദൈവത്തിന് ആത്മാവ് കൊണ്ട് ആ മനുഷ്യന്റെ ഉള്ളിൽ കൊടുത്തത് കൊണ്ടാണ് അയാൾ പുസ്തകം എഴുതിയത്, ബൈബിൾ എഴുതിയെന്ന് അയാൾ. ഞാൻ പറഞ്ഞു ബൈബിളെ അയാളല്ല എഴുതിയത്, അത് ദൈവത്തിന് ആത്മാവാണ് എഴുതിയത്. അത് പൗലോസിന് ഒരു അനുമതി കൊടുത്തെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങളും ഞാനും ഒക്കെ എത്രയോ പ്രസംഗങ്ങൾ ലോകമെമ്പാടും പോയി ചെയ്യുന്നത്, അതുപോലെ പൗലോസിന് ഒരു അനുമതി കൊടുത്തെന്നാണ്. അയാൾ ആരുമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൗലോസിനെ പൊക്കി വെക്കണോണ്ടാണ് ഇന്നത്തെ ദൈവദാസന്മാർ വഴിതെറ്റിയ ജീവൻ നയിക്കണേന്ന് പറഞ്ഞു. യേശുവിനെ പൊക്കി നമ്മളാരും നശിച്ചു പോയില്ല. യേശുവിനെ ഉയർത്തി പറഞ്ഞാൽ യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നവന് മാത്രമേ ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ ദൈവദാസൻ പറഞ്ഞ പോലെ 93-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനം പറഞ്ഞു. 93-ാം സങ്കീർത്തനം അവസാനം പറയുന്നു, യഹോവേ വിശുദ്ധി അങ്ങയുടെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെയെന്ന്. അതിന്റെ ആരംഭത്തിൽ പറയുന്നു, യഹോവ വാഴുന്നു, യഹോവ മഹിമ ധരിച്ചിരിക്കുന്നു, യഹോവ ബലം ധരിച്ചു അരയ്ക്ക് കെട്ടിക്കുന്നു. ദൈവത്തിനെ ഇളിക്കൂട്ട് ഈ അര എന്ന് പറയുന്ന ഈ ഭാഗമാണ്. ഇവിടേക്ക് ബലം ധരിച്ച് ദൈവം കെട്ടിയിരിക്കുന്നു. ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ഈ വചനം ഒരിക്കൽ 2020 എനിക്ക് നടുവിന് പ്രയാസം വന്ന് കൊളുത്തുവിണ്ട്. ഞാൻ ഇങ്ങനെ ഈ പിള്ളേരാണ് എനിക്ക് ഡ്രസ്സ് വരെ ഇടാൻ സഹായിക്കുന്നത്. ആഹാരമൊക്കെ ഇങ്ങനെ വാരിത്തരും സ്കൂളിൽ. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ എത്ര പ്രാർത്ഥന മാറില്ല, കർത്താവ് എനിക്ക് പെട്ടെന്ന് ദൈവത്തിന്റെ ആലോചന തന്നു. 93-ാം സങ്കീർത്തനം എടുത്ത് വായിക്കാം. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞാൻ ഈ സങ്കീർത്തനം എടുത്ത് വായിക്കുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ ഞാൻ കേൾക്കാൻ പറയണം, എല്ലാ ദൈവമക്കളുടെ മുമ്പിൽ ഈ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ ഊരി എന്റെ കാലിൽ കൂടെ ഇറങ്ങി അങ്ങ് പോകും പോലെ അനുഭവപ്പെട്ടെ. അന്ന് മുതലേ എനിക്ക് ആ നടുവിന് പ്രശ്നം മാറി സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ നിയമമൊന്നും പുതിയ നിയമമൊന്നും മാറ്റിവെക്കല്ലേ. ഉൽപ്പത്തി പോലെ വെളിപ്പാട് വരെയുള്ളതും ദൈവത്തിന്റെ വചനമാണ്. നിങ്ങൾക്കും എനിക്കുള്ള ആലോചനയാണ്, നിങ്ങൾക്കും എനിക്കുള്ള വിടുതലിന്റെ അനുഗ്രഹത്തിന്റെ കാര്യങ്ങളാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ഞാൻ ഒരു കണ്ണടച്ച് ഒരു പൊട്ടനെ പോലെ അല്ലെങ്കിൽ ഒരു കണ്ണുള്ള മനുഷ്യനെ പോലെ എങ്ങനെ നമ്മൾ അത് അവരെ വിശ്വസിക്കുമോ അതുപോലെ യെശയ്യാ പ്രവചനം പറയുന്നത് പോലെ എന്റെ ദാസനെ പോലെ പൊട്ടനും അന്തരും ചെകിടനുമായ ഒരു ആറെന്ന്. യേശുവിന്റെ ദാസിദാസന്മാരാണ് നിങ്ങൾ ഞാൻ. ആ നിങ്ങളെ എന്നെ ദൈവം നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വചനങ്ങളൊന്നും എതിർപ്രാർത്ഥന അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പറയാതെ എല്ലാം നമ്മൾ ഏറ്റെടുക്കണം. ഏറ്റെടുത്ത് അത് എനിക്കുള്ളതാണ്, എന്നെ വിടുവിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വചനം നമ്മുടെ നാവുകൊണ്ട് ഉരുവിട്ടാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ രോഗശക്തികളും മാറിപ്പോകാനിട വരും. കർത്താവ് നമ്മളെ സഹായിക്കും.
എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാലിങ്ങനെ മുട്ടിന് താഴോട്ട് ഒരു ബസ്സിൽ ഇരിക്കുമ്പോൾ തളർച്ച പോലെ തോന്നി. അപ്പം ഞാൻ ഒരു ദൈവദാസന്റെ അടുത്ത് പറഞ്ഞു എനിക്കിത് പ്രാർത്ഥിക്കണേന്ന്. ആ പാസ്റ്റർ എന്നെ ഉടനെ ഉപദേശിക്കുന്നു. ചിരിച്ചിക്കൊണ്ടായാലും പറഞ്ഞു, എന്നെ കുറ്റപ്പെടുത്തിയല്ല പറഞ്ഞു, മക്കളെ നീ ആഹാരം ഒന്നും കഴിക്കൂല നീ എന്നാ പറയണം. മുന്തിരി, എൻ്റെ സഹോദരി ഉൾപ്പെടെ കേട്ടോണ്ടിരിക്കണം, മുന്തിരി കഴിക്കണം, ഓരോന്ന് കഴിക്കണം. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം ആഹാരം കഴിക്കാതെ എന്റെ ദൈവം ഇന്ന് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ തന്ന ചിന്തയാണത്. അഗ്നിജ്വാലിക്കുന്ന കണ്ണുള്ള ദൈവത്തെ വണങ്ങുന്ന നിങ്ങളും ഞാനും ആ ശത്രുക്ക മേശയ്ക്ക് അവയത്തുള്ള 3 ബാലന്മാര് തീക്കുണ്ടത്തിനകത്ത് ഇടാൻ തീരുമാനിച്ചു. അവരവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ശാഖപദാർത്ഥമാണ് കഴിച്ചത്, പച്ചവെള്ളവും ശാഖപദാർത്ഥവും. രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് രാജാവിന്റെ ഭോജനം, പന്തി ഭോജനം കഴിച്ച ബാലന്മാരെ കാട്ടി, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കാട്ടി ഏറ്റവും ബലവും സൗന്ദര്യവും ദൈവത്തിന്റെ കൃപയും ബുദ്ധി ജ്ഞാനം ഈ ചെറുപ്പക്കാർക്ക് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ മുന്തിരി കഴിച്ചാലേ എനിക്ക് ബലം വരുള്ള, ഇവിടുത്തെ മരുന്ന് കഴിച്ചാലേ എനിക്ക് ബലം വരുള്ള സഹോദരങ്ങളെ? ഇല്ല. നിങ്ങൾക്കും എനിക്കും ദൈവം ബലം തരുന്നത് ദൈവത്തിൽ ആശ്രയം വയ്ക്കുമ്പോൾ, ദൈവത്തിന് വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും രാപ്പകൽ എന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എന്റെ ശരീരത്തിന് ദൈവം അസ്ഥികൾക്ക് മറ്റേ മേധസ്സിൽ നിന്നും കൊണ്ടുപോലെ തൃപ്തി വരുത്തുന്നവനാണ് ദൈവം. ആ ദൈവത്തെയാണ് നിങ്ങൾ ഞാൻ വണങ്ങുന്നത്. അല്ലാതെ മരുന്ന് കഴിച്ചാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആഹാരം നല്ല പുഷ്ടിയായിട്ട് കഴിച്ചാൽ അതൊന്നുമല്ല. അത് നമുക്ക് ഭൂമിയിൽ വെച്ചേക്കുന്നതാണ് ദൈവം. അതുപോലെ ഒരു കാര്യം കൂടെ പറയും, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ഈ പിന്നെ മറന്നുപോയി ആ കാര്യം വന്നത്, എന്തായാലും പോട്ടെ. സ്തോത്രം, ദൈവത്തിന് നന്ദി. ഈ ശദ്രക്ക് മേശക്ക് അഭേദ്രങ്ങളെ വിടുവിച്ച ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ കിടരോഗിയായി എന്റെ സഹോദരിയുടെ റിപ്പോർട്ട് തെളിവിന് എന്റെ കൈയൊക്കെ തന്നെ ഇങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ കാണിച്ചു തരാം. എന്റെ കൈ തന്നെ ഇവിടെ ഒക്കെ ഇങ്ങനെ മാംസങ്ങൾ വളർന്ന് ഇങ്ങനെ ആയിരുന്നു. അപ്പം ഡോക്ടർ വന്നിട്ട് ബോൾ എടുത്ത് എന്റെ കൈ തന്നിട്ട് എന്നോട് ഇങ്ങനെ പിടിക്കാൻ പറ്റും. ഞാൻ വേദന കൊണ്ട് പോയി. കാലാണെങ്കിൽ നിലത്തൂന്നാൻ പറ്റൂല. കാല് നിലത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞരമ്പ് പൊട്ടി രക്തം കുടുകൂടാൻ പോയി. അപ്പൊ എന്റെ ചേച്ചി ഇവളല്ല, വേറെ 2 ഉണ്ട്, അതിൽ രണ്ടാമത്തോളുണ്ട്. അവള് പറയും, മക്കളെ നീ വിഷമിക്കണ്ട, അത് അശുദ്ധ രക്തമാണ് പോണെന്ന് പറയും. അപ്പൊ ഞാൻ പറയും, ഞാൻ കിടന്ന് കീറി വിളിക്കും. ഡോക്ടർമാർ കൂടെ നിൽക്കും, നടത്തി തന്നെ കൊണ്ടുപോകാൻ പറയും, കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ പോകണം, കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. അത്രയും ദൂരം എന്നെ ചേച്ചിയാണെങ്കിൽ പൊക്കി പിടിക്കും. ആ ഡോക്ടർ കൂടെ നിർത്തുന്ന പറയും ചേച്ചിയുടെ അടുത്ത്, എന്നെ തറയിൽ നിർത്തും. അപ്പോൾ രക്തം പോണ വഴിയിൽ അത്രയും ഒരു 5 ലിറ്റർ രക്തം ഇങ്ങനെ വന്നു. അങ്ങനെ ആയി. ഞാൻ എന്റെ ചേച്ചിയാണ് എന്നെ കാട്ടി വലിയ വിശ്വാസം. അന്ന് ഹോസ്പിറ്റലിൽ കിടക്കണം, പെട്ടെന്ന് ഓർമ്മ വന്നു വീണ്ടും ഞാൻ പറയാൻ വന്ന കാര്യം. അന്ന് ശത്രുക്ക മേശയ്ക്ക് അഭേദ്രങ്ങളെ വിടുവിച്ച ദൈവമേ, എന്നെ വിടുവിച്ച ഞാൻ നിനക്കായി ജീവിക്കും എന്ന് പറഞ്ഞു. അത് ഞാൻ ദൈവത്തോടാണ് പറയുന്നത്. എന്റെ സൗരങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ സൗരങ്ങളെ എനിക്ക് ദൈവം സൗഖ്യം തന്നു, വിടുതൽ തന്നു. ഞാൻ എഴുന്നേറ്റ് നടന്നു, നല്ല ആരോഗ്യത്തോടെ പള്ളിക്കൂടത്തിലെല്ലാം പോയി പഠിച്ച് സ്പോർട്സിനൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടി, എല്ലാം ശരിയാണ്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടാത്തോണ്ട് ഞാൻ ഇങ്ങനെ പരിപ്പ് കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊരു ദിവസം ഒരു പാസ്റ്റർ വീട്ടിൽ വന്ന്, എനിക്കറിഞ്ഞൂടാ അയാൾ ആരെന്ന് എനിക്കറിഞ്ഞൂടാ, ഇപ്പോഴറിയാം, അന്ന് അറിഞ്ഞൂടാ. കൊട്ടാരക്കരയുള്ള ദൈവദാസനാണ്. ആ മനുഷ്യൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് വരും. അമ്മ പറഞ്ഞു, ഞാൻ വരൂല, പിള്ളേരെ വേണമെങ്കിൽ വിളിച്ചോണ്ട് പോക്കോളാം. അപ്പൊ അമ്മ അനുവാദം, അമ്മക്ക് പിന്നെ സ്വാതന്ത്ര്യം തന്നെ. ഞാനും എൻ്റെ എവിടെ വന്നില്ല, എവിടെ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു. ഞാനും എൻ്റെ നേരെ മൂത്തോളുണ്ട്, ഞങ്ങൾ 2 കൂടെ ഒന്ന് പ്രാർത്ഥനയ്ക്ക് പെന്തക്കോസിൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ പാസ്റ്റർ ഒരു ദിവസം പറയുന്നു, നീ ദൈവവേല ചെയ്യണം. ഞാൻ പറഞ്ഞു പറ്റൂല, എനിക്ക് ജോലി, ഗവൺമെന്റ് ജോലി, എനിക്ക് ജീവിക്കാൻ മാർഗമില്ല. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പ്രാർത്ഥന എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നീ ദൈവവേല ചെയ്യേണ്ടവളാണ്. നീ ദൈവവേലയ്ക്ക് ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ നീ എവിടെ വരെ പോയാലും ദൈവത്തിനെ അടിച്ചു മടക്കൂല. അപ്പോഴും ഞാൻ വിചാരിച്ചു, കർത്താവേ, ഇനി ഒരു അടി കൂടെ കൊള്ളാനുള്ള ആരോഗ്യം പോരാ, ഇനി ഒരു അടി കൂടെ കൊള്ള ആരോഗ്യം ഇല്ല കർത്താവേ, ഞാൻ പൊക്കോളാമേ എന്ന് പറഞ്ഞു. ആരോട്? പാസ്റ്ററിന്റെ അടുത്തല്ല പറഞ്ഞു, ദൈവത്തിനടുത്ത്. അങ്ങനെ ഇറങ്ങിപ്പോയി ബൈബിൾ കോളേജ്. അവിടെ ചെന്നപ്പോൾ ബൈബിൾ കോളേജ് ചെന്നപ്പോൾ അവിടുത്തെ സാറന്മാരും പിള്ളേരും എല്ലാം ചോദിക്കണം, നീ പഠിക്കാൻ തന്നെയാണ് വന്നത്? അപ്പം ഞാൻ പറയും, പിന്നെ പഠിക്കാനല്ല സാറ്, ഞാൻ പുസ്തകം വായിച്ച് മര്യാദയ്ക്ക് ഇരിക്കുന്ന അച്ചടക്കമുള്ള കുട്ടി ഞാൻ മാത്രമാണ്. എൻ്റെ സാറ് പ്രിൻസ് വലിയ അമേരിക്കയിൽ ഉന്നതം വന്നിട്ട് ചോദിക്കണം, പിള്ളേർ നുണ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്നോട് ചോദിക്കണം, ഞാൻ ഇങ്ങനെ പുസ്തകം വായിച്ചിരിക്കുന്നു, നീ പഠിക്കാൻ തന്നെ വന്നത്? ഞാൻ പറയും, ഓ സാറേ പഠിക്കാൻ തന്നെ വന്നതെന്ന് പറഞ്ഞു. സംഗതി എന്തിന് എന്നെ അവിടെ നിന്ന് തറ പറ്റിച്ച് വിടണം. ആർക്കാണ്? കുറെ പ്രേമിക്കുന്ന കക്ഷികൾ. പാസ്റ്റർ സഭയിൽ നിന്ന് പിരിവെടുത്ത് മാസം 5000 കൊടുക്കും. ഈ പൈസ മൊത്തം പുട്ടടിച്ചിട്ട് ഒരു പൈസ എനിക്ക് തരും, ഒരു ബിസ്ക്കറ്റ് പോലും എനിക്ക് വാങ്ങി തരില്ല. അവർ നുണ പറഞ്ഞു കൊടുത്തിട്ട് എന്നെ അവിടെ നിന്ന്. അപ്പം ഞാൻ ഒറ്റ പ്രാർത്ഥന ദൈവത്തോട് പറയും, കർത്താവേ, എന്നെ അപ്പം പറഞ്ഞില്ല, അമ്മ പറഞ്ഞില്ല, സഹോദരങ്ങൾ ആരും പറഞ്ഞില്ല, അങ്ങ് പറഞ്ഞ് ദൈവവേല ചെയ്യാൻ. ഇതാ ഞാൻ ഇവിടെ പഠിക്കാൻ വന്നിട്ടുള്ളൂ, എനിക്കിവിടെ നിന്ന് എത്ര കൊല്ലം പഠിക്കണം അത്രയും പഠിച്ചേ പറ്റുള്ളൂ. ഒറ്റ പ്രാർത്ഥന. എന്റെ ദൈവം വിശ്വസ്തൻ. 5 കൊല്ലം ഞാൻ ഇവിടെ പഠിച്ച് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് സർട്ടിഫിക്കറ്റ് എനിക്ക് തന്ന് ഞാൻ അവിടെ നിന്ന് പാസ്സായി ജയിച്ചിങ്ങ് പോകുന്നു. പക്ഷെ എന്നെ നിന്ദിച്ചവര്, എന്നെ അപമാനിച്ചവര്, എന്നെ വേണ്ടാത്ത പറഞ്ഞ ഒരെണ്ണം പോലും ദൈവവേല രംഗത്തില്ല. എന്റെ ബൈബിൾ കോളേജിൽ പഠിച്ച് കൂടുതൽ ഡിഗ്രികളുണ്ട്, ഒരെണ്ണം ചൂപിച്ചാലും പ്രസംഗിക്കാൻ ഇല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിന്ദിക്കുന്നവരുടെ മുമ്പിൽ മാനിക്കുന്ന ദൈവമാണ് യേശു.
അല്പബുദ്ധികളെ ജ്ഞാനിയാക്കി മാറ്റുന്ന ദൈവം. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, യേശു കർത്താവ് ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഫോർഷത്വമായി തന്നെ. ആ ഒരു ഫോർഷത്വം പിടിച്ചവളാ ഞാൻ. മന്ദബുദ്ധിയായിരുന്നു. ഒരുപാട് പൂജ്യമാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. എല്ലാവരും എന്നെ കളി, എന്റെ പിള്ളേർ വരെ ഞാൻ ഇപ്പോൾ കളി പറയുമ്പോൾ എന്നെ കളിയാക്കും. എന്തിനാണ് ആന്റിക്ക് ഒരുപാട് പൂജ്യം കിട്ടിയത്? പൂജ്യം ഉള്ളതിനെ പറഞ്ഞത്. പൂജ്യം കിട്ടിയിട്ടുണ്ട് 3ാം ക്ലാസ് വരെ. അങ്ങനെ കിടന്ന് എന്നെ ഒന്നും പറഞ്ഞുകൂടാ തന്നെ ദൈവം എന്ത് ചെയ്തു? വലിയ സമർത്ഥനായ ലേഖന്റെ എഴുത്ത് പോലും തന്നു. തെരുവോരങ്ങളിലാണ് സുവിശേഷം പ്രസംഗിക്കുന്നത് ജാതികളുടെ ഇടയിൽ. ദൈവം എന്നെ നടത്തുന്നുണ്ട്. നിങ്ങളെ അതുപോലെ ദൈവം സഹായിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കും. ഈ യെശയ്യാ പ്രവചനം 43 പിന്നെ അതുപോലെ ദാനിയേൽ പ്രവചനത്തിലെ വചനങ്ങളൊക്കെ നിങ്ങളെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വിടുതൽ തന്നെയായിരിക്കും. ഇന്നും പ്രവർത്തിക്കാൻ ശക്തനായ ദൈവം ജീവിക്കുന്നു. യേശുവരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ പറഞ്ഞിട്ട് ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി